പൈശാചികമായ ഉപദ്രവം, സൽപ്രവർത്തനങ്ങൾ, സുഹൃതങ്ങൾ, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള താല്പര്യമില്ലായ്മ, ഇതൊക്കെ യഥാർത്ഥത്തിൽ പൈശാചിക ദുർബോധനയിൽ നിന്ന് വരുന്നതാണ്. നിസ്കരിക്കാനുള്ള താല്പര്യം ഉണ്ടാകാതിരിക്കുക, നിസ്കരിക്കാൻ എണീക്കാൻ തോന്നാതിരിക്കുക, എണീച്ചാൽ തന്നെ നിസ്കരിക്കാനുള്ള ഉന്മേഷമില്ലാതിരിക്കുക, ക്ഷീണം അനുഭവപ്പെടുക, ഇതൊക്കെ യഥാർത്ഥത്തിൽ പൈശാചികമായ ദുർബോധനയാണെന്ന് എല്ലാവർക്കും അറിയാം. പൈശാചികമായ ഉപദ്രവങ്ങളെ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുമുണ്ട്. ഇത്തരം പൈശാചിക ഷെറുകളെ തൊട്ടൊക്കെ നമുക്ക് രക്ഷ ലഭിക്കണമെങ്കിൽ കൃത്യമായിട്ട് നാം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനൊക്കെ ഉദാഹരണമായിട്ട് ഹദീസുകളിൽ തന്നെ വന്ന ചില വാക്യങ്ങൾ നമുക്ക് ഇങ്ങനെ വായിക്കാം. നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആക്രമിക്കാൻ ആളുകൾ വരികയാണ്, യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ആക്രമിക്കാൻ ആളുകൾ വരുന്ന സമയത്ത് ആ അക്രമകാരികളായ ആളെ തൊട്ട് രക്ഷ നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ബിൽഡിങ്ങുകളിൽ ചെന്നിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കാടുകളിൽ ചെന്നിട്ടോ അവരിൽ നിന്ന് രക്ഷ നേടാൻ ഒളിഞ്ഞിരുന്ന് നമ്മൾ ആ ശത്രുക്കളെ തൊട്ട് രക്ഷ നേടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് പല പ്രവർത്തനങ്ങളും ചെയ്യും. ഒളിച്ചിരിക്കും, ചിലപ്പോൾ ഓടിപ്പോകും, ഇങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ സ്വശരീരത്തെ ശത്രുക്കളിൽ നിന്ന് നമ്മൾ സംരക്ഷിക്കുന്നു. അതുപോലെയാണ് ഫകദാലിക അൽ അബ്ദ്, അടിമയും ഒരു മുഅ്മിനായ മനുഷ്യനും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അവൻ എന്തിനാണ് അങ്ങനെ ചെയ്യേണ്ടത്? കദാലിക്കൽ അബ്ദു ലാ യുഹരിസു നഫ്സഹു മിനശ്ശൈത്വാൻ ഇല്ലാ ബിദിക്രില്ലാ. നമ്മളിത് ഈ ഭൗതിക ലോകത്തുള്ള ശത്രുക്കളെ തൊട്ടാണ് നമ്മൾ ഇങ്ങനെ തടഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒളിച്ചു നിൽക്കുന്നതെങ്കിൽ നമ്മൾ ഷെയ്ത്വാനിനെ തൊട്ട് നമ്മുടെ സ്വന്തം ശരീരത്തിനെ സൂക്ഷിക്കാൻ, സംരക്ഷിക്കാൻ അത് ഇല്ലാ ബിദിക്രില്ല, അള്ളാഹുവിന് ദിക്ർ ചെയ്യൽ കൊണ്ടല്ലാതെ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ ദിക്ർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആ വിഷയത്തിൽ നമുക്ക് വലിയ കരുത്തുണ്ടാകാൻ ചെയ്യേണ്ടത്. അതുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കും. നിങ്ങൾക്കിത് ഉപകാരപ്പെടും എന്നുള്ളത് തീർച്ചയാണ്. അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നതുകൊണ്ടാണ് നമുക്ക് എന്നും ഇത് പറയേണ്ടി വരുന്നത്. ഒരു പ്രാവശ്യം വന്നവർ തന്നെ സ്ഥലം മനസ്സിലാക്കിയിട്ട് വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിനെക്കുറിച്ച് വീണ്ടും പറയേണ്ടി വരികയാണ്. നമുക്കങ്ങനെ വരുമ്പോൾ നോക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായ ആളുകൾ എടുക്കുന്നത്. വേറെയും പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായതുകൊണ്ട് അതിലേക്ക് പ്രവേശിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, നമുക്ക് വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ മഹാനരായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ പുത്രൻ യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അനുഷ്ഠിക്കാനും ഇസ്രായേൽ വംശജരോട് കൽപ്പിക്കാനുമായി പറഞ്ഞു കൊടുത്ത 5 കാര്യങ്ങളിൽ ഒന്ന് അത് ദിക്റാണ്, അള്ളാഹുവിനുള്ള സ്മരണയാണ്. അത് നമുക്ക് വലിയ കാവലാണ്. പൈശാചികമായിട്ടുള്ള ദുർബോധന, പൈശാചികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, പൈശാചികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇതിനെ തൊട്ടൊക്കെ നല്ല കാവലാണ്. ശരിക്ക് നമ്മുടെ അടുക്കലൊക്കെ പലപ്പോഴും നേരിട്ട് കൺസൾട്ടേഷന് വേണ്ടി വരുമ്പോൾ നമ്മൾ ബുക്കിംഗ് എടുക്കുമ്പോൾ തന്നെ എന്താണ് വിഷയം എന്ന് ചോദിക്കാറുണ്ട്. ഈ വിഷയം ചോദിക്കുന്നതിന് എന്തിനാന്ന് ചോദിച്ചാൽ, ഈ ഷെയ്ത്വാനിൻ്റെ ബുദ്ധിമുട്ടുകളുള്ളവർ ഇവിടെ വരുമ്പോൾ അവർ പെട്ടെന്ന് ഇളകും. ആ പൈശാചികമായ ഉപദ്രവം കാരണം അവർ ഇളകും. ആ ഇളകുന്ന സമയത്ത് നമുക്ക് പുറത്തൊരുപാട് ആളുകൾ ഉണ്ടായതുകൊണ്ട് അതിൽ ചില കുട്ടികളൊക്കെ ഉണ്ട്. കുറച്ച് മുമ്പ് ഇതേപോലെ ഒരു കേസ് വന്നപ്പോൾ അവരിങ്ങോട്ട് കയറിയിട്ട് തിരിച്ച് കയറുന്നതിൻ്റെ തൊട്ട് മുമ്പ് വല്ലാതെ വയലൻ്റ് ആകുകയും അത് പുറത്തുള്ള ചെറിയ മക്കൾക്കും ചില ആളുകൾക്ക് ഇത് കണ്ടു പരിചയമില്ലാത്ത ആളുകളൊക്കെ ഉണ്ട്. അതൊക്കെ അനുഭവിക്കുന്നവർക്കല്ല അതിൻ്റെത് അറിയുള്ളൂ. കാണാത്തവരും പരിചയമില്ലാത്തവരൊക്കെ പെട്ടെന്ന് അത് കണ്ട് ഷോക്കായിട്ട് അവർക്ക് വല്ലാതൊരു പേടിയിലായിരുന്നു അവർ. ചിലതങ്ങനെ കാണുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ നമുക്കിവിടെ അതിന് സമയം കിട്ടൂല അത്തരം വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്യാനുള്ള. ആദ്യമൊക്കെ നമ്മളതൊക്കെ എടുത്തിരുന്നു. ഇപ്പോൾ ഒരാൾക്ക് കുറഞ്ഞ സമയം കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് അതിന് 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കൃത്യമായി ഇരുന്ന് അത് ചെയ്യേണ്ടത് ചെയ്ത് അതിനനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു അസർ ശരിക്കും അവർക്ക് ഉണ്ടാവുക. അതൊക്കെ ഇങ്ങനെ പൂർണ്ണമായിട്ടതും ഒഴിവാക്കി കളയണമെങ്കിൽ 2-3 മണിക്കൂറൊക്കെ ചിലപ്പോൾ സമയം ചിലവഴിക്കും. ആ സമയം ഇവിടെ ഒരുപാട് ആളുകൾ വെയിറ്റിംഗ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അത്തരം കേസുകൾ ഇപ്പോൾ റീസെൻ്റ്ലി അതൊന്നും എടുക്കാത്തത്. അപ്പോൾ നമ്മൾ സ്പിരിച്വാലിറ്റി, ആത്മീയമായിട്ട് കരുത്തുണ്ടായാൽ തന്നെ ഇതിനെ തൊട്ടൊക്കെ വലിയ കാവൽ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ചില വാചകങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൃത്യമായി വായിക്കാവുന്നതാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒത്തുൽ ഇന, നിങ്ങൾ പാത്രങ്ങൾ മൂടി വെക്കുക,
അതേപോലെ തന്നെ എന്താ പാനീയങ്ങൾ, ജലപാത്രങ്ങൾ, അതിൻ്റെ വായുഭാഗം നിങ്ങൾ മൂടുക. അതേപോലെ തന്നെ ഡോറുകളൊക്കെ ക്ലോസ് ആക്കുക. വിളക്ക് അത് കെടുത്തുക, വിളക്കൊക്കെ ലൈറ്റൊക്കെ ഓഫ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഫഇന്ന ഷെയ്ത്വാന് ഇത്തരം സംഭവങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഇടയിലേക്ക് പ്രവേശിക്കൂല എന്നുള്ളതാണ്. വല യഫ്തഹു ബാബൻ, ഷെയ്ത്വാന് വാതിൽ തുറന്ന് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ വരൂല. വല യക്ഷിഫു ഇന, നമ്മൾ മൂടി വെച്ച പാത്രങ്ങൾ അത് വെളിവാക്കി അത് നീക്കിയിട്ട് അതിലേക്ക് പ്രവേശിക്കുക, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കില്ല. ഇനി ഒന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഓരോ വാക്കുകളും നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. ഫഇല്ലം യജിദ് അഹദുക്കും ഇല്ലാ അയ്യറുള അല ഇനാഹി ഊദൻ, ഒരു ചെറിയ ഒരു കൊള്ളിക്കഷ്ണം മാത്രം, ഒരു മരക്കഷ്ണം മാത്രമാണ് അവൻ്റെ മുമ്പിലുള്ളത്, എന്നാൽ അതുകൊണ്ടെങ്കിലും ജലപാനീയങ്ങളൊക്കെ ഉള്ളത് ഒന്ന് മൂടി വെക്കുക, അങ്ങനെയെങ്കിലും ചെയ്യാമെന്ന്. എൻ്റെ ഉസ്താദൊക്കെ പലപ്പോഴും ഉസ്താദിന് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് വെള്ളം കുടിക്കാൻ കൊണ്ടുവന്നാൽ എന്തുണ്ടെങ്കിലും ഒന്ന് മൂടി വെക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് എന്തെങ്കിലും ഒരു ചെറിയ കൊള്ളിക്കഷ്ണം കൊണ്ടെങ്കിലും, ഒരു മരക്കഷ്ണം കൊണ്ടെങ്കിലും, അത് ചിലപ്പോൾ ആ ഭാഗം മുഴുവനായിട്ട് മൂടി വെക്കാൻ കഴിയൂല, ഒരു ചെറിയ ഭാഗമേ കവർ ചെയ്യുള്ളൂ, എന്നാലും അതുകൊണ്ടെങ്കിലും മൂടി വെക്കുക. കാരണം അങ്ങനെയെങ്കിലും ചെയ്യണം എന്നാണ്. വയദ്കുർ റസ്മല്ലാ ഫല്യഫഅൽ, ഇങ്ങനെ തന്നെ ചെയ്യുക, എന്നാൽ ഒരു ബുദ്ധിമുട്ടും അത് കാരണമായിട്ടുണ്ടാകൂല എന്നുള്ളതാണ്. ഈ ലോകം ശരിക്കും മനുഷ്യരുടേത് മാത്രമല്ലല്ലോ, ജീവികൾ വസിക്കുന്നുണ്ട്, ജിന്നുകൾ വസിക്കുന്നുണ്ട്, ഷെയ്ത്വാന്, പൈശാചികത, ഇങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ ഒന്നും ആർക്കും ബുദ്ധിമുട്ടാകരുത്. ചില വീടുകളിൽ താമസിക്കുമ്പോൾ ചിലർക്ക് വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കാണുന്നു. ഇതിനൊക്കെ ഇപ്പോൾ സയൻറ്റിഫിക്കലി ഇതിൻ്റെ തെളിവൊക്കെ ചോദിച്ചാൽ അത് അനുഭവിക്കുന്നവർക്കറിയാം. ആ വീട്ടിൽ വന്നപ്പോൾ വലിയ പ്രശ്നങ്ങൾ, എന്നാൽ ആ വീട്ടിൽ ചെറിയ മാറ്റങ്ങളും ചില സംഗതികളൊക്കെ മാറ്റിയപ്പോൾ പ്രശ്നങ്ങൾ മാറിയത് എൻ്റെ അനുഭവത്തിൽ തന്നെ ഒരുപാടുണ്ട്. അത് ചില പൈശാചികമായ ചില ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടാകുന്ന രൂപത്തിൽ, ഇപ്പം നമ്മളാരെങ്കിലും വന്ന് ആക്രമിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലേ, നമ്മളതിനെ റെസിസ്റ്റ് ചെയ്യൂലേ, നമ്മളതിനെ പ്രതികരിക്കൂലേ, റെസ്പോണ്ട് ചെയ്യൂലേ. അതേപോലെ തന്നെ ഇത്തരം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മളൊക്കെ പലപ്പോഴും ചില കുടുംബ പ്രശ്നങ്ങളിലൊക്കെ ചില ഹിഡൺ ആയിട്ടുള്ള ചില റീസൺസ് അവിടെ ഉണ്ടാവാറുണ്ട്. എങ്ങനെ വെച്ചാൽ നന്നായിട്ട് നിസ്കരിക്കുന്ന ഒരു കുട്ടിയാണ് ഈ വീട്ടിലേക്ക് കല്യാണം കഴിച്ച് കൊണ്ടുവരപ്പെടുന്നത്. ആ വീടാണെങ്കിലോ ഇങ്ങനെ ഹറാബായി കിടക്കുന്നതാണ്. ഹറാബ് മീൻസ് ആത്മീയമായിട്ട് തകർന്നെടുക്കുന്നൊരു വീടാണ്, നിസ്കാരമില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ നന്നായിട്ട് നിസ്കരിക്കുന്ന ഈ മോള് മരുമകളായിട്ട് ആ വീട്ടിലേക്ക് വന്നതോടുകൂടെ അവർ ശരിക്കും അവിടെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു, അവിടെ നിസ്കരിക്കുന്നു, ഇങ്ങനെയുള്ള നല്ല സുഹൃതങ്ങളൊക്കെ ചെയ്യുന്നു. ഞാനിതാരും തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി പറയല്ല, ചില കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയണം. അപ്പോൾ അങ്ങനെ അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചില അവർ ഇത്തരം കാര്യങ്ങളൊക്കെ മുമ്പ് ചെയ്യാത്തതായതുകൊണ്ട് പൈശാചികമായിട്ടുള്ള ചില ഷെറുകൾ അപൂർവം ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയതുണ്ട്. അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സ്പിരിച്വൽ സൊല്യൂഷൻസ് ചെയ്തപ്പോൾ അതിനുള്ള മാറ്റങ്ങളുണ്ടായ അനുഭവങ്ങളുമുണ്ട്. അപ്പോൾ പൈശാചികത എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്തരം ഇതിന് വിധങ്ങളൊക്കെ തുറന്നു പറഞ്ഞതല്ലേ. ഈ ഹദീസിനൊക്കെ വിശദീകരിച്ച് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ എഴുതി വെച്ചത് ദീർഘമായി വായിക്കുകയാണെങ്കിൽ അതിൽ എത്രയോ ഉണ്ട്. ഞാനതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല, അതൊക്കെ സ്വഹീഹായ ഹദീസാണ്. അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ച് ചൊല്ലുന്ന, ബിസ്മി ചൊല്ലിയിട്ട് ദിക്റുകളിലായി കഴിയുമ്പോൾ അത്തരം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊന്നും നമ്മിലേക്ക് വരില്ല എന്നുള്ള പ്രധാനപ്പെട്ടൊരു വിഷയം നമ്മൾ മനസ്സിലാക്കുക. ഇപ്പം നിങ്ങൾ നോക്കൂ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസൊക്കെ സൂചിപ്പിക്കുന്നത് എന്താ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങളാരെങ്കിലും വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും അള്ളാഹുവിനെ സ്മരിച്ചാൽ, ഇദാ ദഖല റജുൽ ബൈതഹു ഫദക്കറല്ലാഹ ഇൻദ ദുഖൂലിഹി വഇൻദ തുആമിഹി, അവന് അള്ളാഹുവിനെ സ്മരിക്കുന്നു, ബിസ്മി ചൊല്ലുന്നു, അങ്ങനെയാണ് എല്ലാം ചെയ്യുന്നത്. എന്നാൽ ഖാല ഷെയ്ത്വാൻ പറയും, ലാ മബീത ലക്കും വലാ അശ, നിങ്ങൾക്കിവിടെ ഭക്ഷണമില്ല, നിങ്ങൾക്കിവിടെ രാപ്പാർക്കാൻ കഴിയില്ല, നിങ്ങൾക്കിവിടെ പാർപ്പിടമില്ല, നിങ്ങളിവിടെ നിന്ന് പോകുവിൻ എന്ന് ഷെയ്ത്വാൻ്റെ നേതാക്കൾ, ഷെയ്ത്വാൻ്റെ അണികളോട് ഇബ്ലീസൊക്കെ പറയുന്നുള്ളതാണ്. അങ്ങനെ വൈദാ ദഖല ഫലം യദ്കുർ, അള്ളാഹുവിനെ സ്മരിക്കാതെ ബിസ്മി ചൊല്ലാതെ ദിക്റുകളൊന്നും ചൊല്ലാതെ വീട്ടിലേക്ക് പ്രവേശിച്ചാൽ ഷെയ്ത്വാൻ പറയും അതിറക്തും അൽ മബീത്ത്, അങ്ങനെ ഫൈലം യദ്കുരില്ല ഐന്ദ ത്വാമി ഖാല അതിറക്തും അൽ മബീത്ത വൽ ആശ,
നിങ്ങൾക്കിന്നിവിടെ പാർക്കാം, ഇവിടെ രാപ്പാർക്കാം, ഇവിടെ താമസിക്കാം, ഇവിടെ നിങ്ങൾക്ക് ഭക്ഷണമുണ്ട് എന്നിങ്ങനെ പറയുന്നുള്ളതാണ്. അപ്പോൾ നമ്മളെപ്പോഴും എന്ത് ചെയ്യാം, നല്ല കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, നല്ല കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇൻഷാ അല്ലാ, മാഷാ അല്ലാ, അൽഹംദുലില്ലാ എന്ന ദിക്റുകളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുക. അത് നമുക്ക് സ്പിരിച്വാലിറ്റി നൽകാനും സ്പിരിച്വലി സ്ട്രോങ് ആവാനൊക്കെ കാരണമാകും. നമുക്ക് നല്ല ആത്മീയമായി കരുത്തുണ്ടാകാൻ അത് കാരണമാകും എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ സാധാരണ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്റുകൾ, അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദ മാ അമാതന വഇലൈഹിൻ നുശൂർ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലാൻ വേണ്ടി പറഞ്ഞ ദിക്റുകൾ, ദുആകൾ ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുമ്പോൾ തീർച്ചയായും അതിലൊക്കെ മാറ്റം ഉണ്ടാവും. അള്ളാഹു നമുക്ക് വലിയ ബറക്കത്ത് നൽകട്ടെ. ആത്മീയമായി കരുത്തുള്ളവരാകാൻ വേണ്ടിയിട്ട് ഞാനും നിങ്ങളൊക്കെ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.